ഇത് എടുക്കാം, എടുക്കണ്ടെങ്കിൽ എടുക്കണ്ട. താഴത്തോടൊന്ന് കാണിച്ചു കൊടുത്തേ. അതെ, അത് കാണിക്കും. ഇത് ഈ നിൽക്കുന്ന ക്യൂവ് അങ്ങ് പോകുന്നത് ഈ 50 രൂപയ്ക്ക് അങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ നാട്ടിലേക്കുള്ള ഓരോ കാര്യങ്ങൾ കുറ്റം പറയുന്നതല്ല കേട്ടോ. ചേർത്തിനെ കണ്ടപ്പം ഭയങ്കര വീരവ്യാപരമായിട്ട് അതുകൊണ്ട് ഡ്രൈവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടവരല്ല, ഇവിടെ ഇരിക്കേണ്ടത് വണ്ടിയായിട്ട് പോകുമ്പോൾ കണ്ണ് ഇടിച്ച് പമ്പ കിട്ടും. എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. കാരണം ഹാർട്ട് ബീറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു സംഭവമാണ്. പറയും അങ്ങനെ നമ്മുടെ 100 സോറി അതല്ല 100 അല്ല 1000 രൂപ കൊടുത്താലും ഒരിക്കലും ഇതല്ല. പക്ഷെ നമ്മളത് കിട്ടുക എന്നുള്ളതാണ് ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ തിരുപ്പതി എത്തിയിരിക്കുകയാണ്. ഇതാണ് തിരുപ്പതി റെയിൽവേ സ്റ്റേഷന്റെ എൻട്രി. ഇപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ഓപ്പോസിറ്റ് കാണിച്ച് അവിടെ നിന്നാണ് നമുക്ക് നോർമലി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നോർമൽ ദർശനത്തിനുള്ള ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന ഈ വഴി നേരെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു ഹാളുണ്ട്, അവിടെ നിന്ന് എടുക്കാം. അതായത് നിങ്ങളവിടെ സൂം ചെയ്ത് കാണിക്കുക. അതായത് ഇതിൽ കണ്ട സർവദർശനം ആ റാമ്പിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ നടന്നു പോയി അവിടെ ചെന്നിട്ട് സാധാ കൗണ്ടറുണ്ട്. അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ ഫ്രീ ദർശനത്തിനുള്ള ടിക്കറ്റ് കിട്ടുന്ന നിങ്ങൾക്ക് ഓൺലൈൻ ബുക്കിംഗ് അല്ല. പക്ഷെ അവിടെ ചെന്ന് ക്യൂ നല്ല ക്യൂ കിട്ടുന്നത് വരും. പക്ഷെ ഓൺലൈനിൽ നമ്മൾ 300 ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ വലിയ ക്യൂ അടിക്കാതെ അത്യാവശ്യം ഒരു മാസം മുമ്പോ 2 മാസം മുമ്പ് നമ്മൾ ചെക്ക് ചെയ്ത് തുടങ്ങണം. അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോ ലാസ്റ്റ് പറഞ്ഞില്ല. അപ്പം തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയതിന് ശേഷം നമ്മളത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരുപ്പതി പോകുന്ന സമയത്ത് കൂടുതലും ആൾക്കാർ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തും പിന്നെ സർവ്വദർശനം ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുന്ന 2 ഓപ്ഷനാണ് ഉള്ളത്. ഇപ്പം നമ്മൾ ഇത്തവണ വന്നത് ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ 300 ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വന്നു. കഴിഞ്ഞ തവണ വന്ന് നമ്മൾ ബുക്ക് ചെയ്യാതെ വന്നു. കാരണം ഇവിടെ നിന്ന് അലിപ്പെരുമെട്ട് വഴി നടന്നു പോകുന്ന ഒരു 9 കിലോമീറ്റർ നടന്നു പോകുന്ന ഒരു 3050 സ്റ്റെപ്പ് കയറി പോകുന്ന ഒരു യാത്രയുണ്ട്. അത് അടിപൊളി സംഭവമാണ്. അപ്പം ഞങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ അതാണ് ചെയ്തത്. അപ്പോൾ അതാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇവിടെ വന്ന് സർവ്വദർശനത്തിൻ്റെ ടിക്കറ്റ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിൽ കണ്ട അവിടെ പോയി എടുത്തതിന് ശേഷം ബസ്സിൽ കയറി പോകും. പക്ഷേ അന്നേരം അവിടെ പ്രശ്നം വെച്ചാൽ അവിടുത്തെ ക്യൂ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഏത് റേഞ്ചിലൊരു സാധനം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ റിട്ടേൺ ടിക്കറ്റ് നമുക്ക് ഒരു 4-5 മണിക്കൂർ പ്രതീക്ഷിക്കാം. 5 മണിക്കൂർ പോരാ. കഴിഞ്ഞോണ്ട് 5 മണിക്കൂർ അല്ലല്ലോ നമ്മൾ എടുത്തത്. 18 മണിക്കൂർ അടുത്ത് കഴിഞ്ഞോണ്ട് എടുത്തത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിട്ടേൺ ടിക്കറ്റ് ട്രെയിന് പോക്കൊന്നും നടക്കത്തില്ല. ഇപ്പൊ നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്ത് വന്നീ면 ഇപ്പൊ നമ്മൾ വന്നീ면 നമ്മളിപ്പോ ഒരു ജോലിയൊക്കെ ചെയ്തിട്ട് വരുന്നത് നമുക്ക് തിരിച്ചു പോകുന്ന ഡേറ്റ് കൊണ്ട് നമ്മൾ മനസ്സിൽ കണ്ടിട്ടായിരിക്കുമല്ലോ പോരുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം 300 ടിക്കറ്റ് എടുക്കാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ അതിന് പറയാൻ കാരണം തിരുപ്പതി യാത്ര ഇന്ന് എടുത്തിട്ട് നാളെ പോകാൻ പറ്റുന്ന സംഭവമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക. കുറച്ച് നേരത്തെ തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് ഇതിനകത്ത് ഇട്ടേക്കാം. TTDയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതുവഴി കയറി ബുക്ക് ചെയ്യുക. എടുക്കുന്ന സമയം കൊണ്ട് പറയാം. അത് രാവിലെ 10 മണിക്കാണ് ലോട്ട് ഓപ്പൺ ആകുന്നത്. അത് നമ്മൾ അതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുക ഏത് ഡേറ്റിലാണ് ഇത് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അത് സെറ്റ് ആയി കഴിഞ്ഞ് ഇവിടെ അക്കോമഡേഷൻ അതിൻ്റെ കൂടെ തന്നെ 100 രൂപ അക്കോമഡേഷൻ കിട്ടും. 100, 200 പല ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളെത്താണ് 100 രൂപയുടെ സാധനമാണ് എടുത്തേക്കുന്നത്. 100 എന്ന് പറയുന്നത് നമ്മൾ 600 രൂപ ആദ്യമേ കൊടുക്കണം. അപ്പോൾ ഒന്ന് താമസിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ 500 രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു കിട്ടും. അതാണ് ചെയ്തത്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി നാൾ കൂടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റേതായ ഒരു ചെറിയ അപാകത ഉണ്ട്. കാരണം കുറേ കാലമായിട്ട് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിന്നൊന്നും പരിപാടിയൊന്നും ഇല്ലായിരുന്നു. എല്ലാ പണിത്തിരക്കും ജോലിയും കഷ്ടപ്പാടും ഒക്കെ ആയതുകൊണ്ട് ഫോണും പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബസ് സ്റ്റാൻഡ് വരികയാണ്. അപ്പോൾ നമ്മൾ APSRTCയുടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഓട്ടോ ചേട്ടന് ഇതാണ് നമ്മളെ കൊണ്ടുവന്നത്. ഓട്ടോ ചേട്ടൻ 50 രൂപ 2 കിലോമീറ്റർ. അപ്പോൾ ഓർത്തുള്ള നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ 2 കിലോമീറ്റർ ഉള്ളൂ. അതിന് ഏകദേശം 50 രൂപ വരും. ഇവിടെ നമ്മൾ നേരെ ആ ബസ് സ്റ്റാൻഡിനകത്ത് കയറുന്നു. അവിടെ നിന്ന് ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കുന്നു, മേളിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ തിരുപ്പതി ബസ് സ്റ്റേഷൻ. മേളിൽ നിന്ന് വരുന്ന വണ്ടികൾ തിരുമലയിൽ നിന്ന് വരുന്ന വണ്ടികളാണ്. ഇവിടുന്ന് പല സ്ഥലത്തേക്കും തമിഴ്നാട്, ചെന്നൈ ഇങ്ങോട്ട് എല്ലാ വണ്ടികളുണ്ട്. നമ്മൾ ബസ് സ്റ്റാൻഡിനകത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുമലയ്ക്ക് പോകാനുള്ള വണ്ടികൾ ഉള്ള സൈഡിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 180. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഇതാണ്. 2 ആൾക്ക് 180 രൂപ. 180 ഉള്ള വണ്ടി പിടിക്കാം. 180. ടിക്കറ്റ് കൗണ്ടർ എവിടെയാണ്? ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഈ ഉള്ളിലോട്ട് കയറി കുറച്ച് കയറുക. നീ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പോന്നാൽ മതി. അപ്പോൾ നമ്മൾ ബാക്കി ബസ്സിൽ കയറുവാണ്. ബസ് പറഞ്ഞ് തപ്പെടുത്തിട്ട് ബസ്സിൽ കയറിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എത്തി, നമ്മൾ വണ്ടിക്കകത്തെത്തി. അടുത്ത പ്രോസസ് എന്നാന്ന് ചോദിച്ചാൽ ഇവിടുന്ന് കുറച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അലിപ്പിരി. അവിടെ വെച്ച് നമ്മളെ ഫുള്ള് ചെക്ക് ചെയ്യും. നമ്മളെ ചെക്ക് ചെയ്താൽ നമ്മുടെ ബാഗൊക്കെ നമ്മൾ ഇറക്കിയിട്ട് കൊടുക്കണം. നമ്മുടെ മെറ്റൽ ഡിറ്റക്ടറിൽ കൂടെ അത് കടന്നു കഴിഞ്ഞ് നമ്മളെ ചെക്ക് ചെയ്തിട്ട് ഈ സെയിം ബസ്സിൽ തന്നെ നമ്മളവിടെ ഇറങ്ങി ചെക്ക് ചെയ്യണം. അതിനുശേഷം ഈ സെയിം ബസ് നമ്പർ നമ്മൾ ഓർക്കുക. സെയിം ബസ് കയറ്റി ഇടും. ആ ബസ്സിൽ തന്നെ കയറുക. മേളിലേക്ക് ഒരു അടിപൊളി ട്രിപ്പാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലകളിൽ കൂടെ കറങ്ങി കിലോമീറ്റർ കൃത്യം ഓർക്കുന്നില്ല. എന്നാൽ 10 കിലോമീറ്റർ അടിപൊളി ഒരു യാത്ര തന്നെയാണ്. അത് വേറെ മൂടാണ്. അപ്പം അവിടെ ചെന്നതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി പറയാം. അപ്പം നമ്മൾ ഇവിടുന്ന് മേളിലേക്ക് പോവാണ്. അലിപ്പിരി ചെക്ക് പോസ്റ്റിലാണ് നമ്മൾ.
അലിപ്പിരി ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഇറങ്ങി നമ്മുടെ ബാഗ് എല്ലാം കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ വേറെയുള്ള സാധനങ്ങൾ സിഗരറ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസുകളൊന്നും പാടില്ല. ഇവിടെ കയറി പോകാൻ നേരത്ത് ഒരു സാധനം പോലും നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മുടെ കാർഡ് കാണിച്ചിട്ട് വേണം നമ്മൾ കയറി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കണ്ടോ, ഇപ്പം നോക്കിയാൽ നമ്മളൊരു പ്രൈവറ്റ് വണ്ടി വന്നാൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ കൂടുതലാണ്. അപ്പം നമ്മൾ അതേസമയം നമ്മൾ താഴെ വണ്ടിയിട്ട് ബസ്സിന് വരാണ്, ബസ്സിന് മാത്രമായിട്ട് ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് സ്കാൻ ചെയ്ത് ഇറങ്ങി പോകാൻ സാധിക്കുന്നതായിരിക്കും. കാരണം നമ്മുടെ അലിപ്പിരി ചെക്ക് പോസ്റ്റ് ഇത് കണ്ടോ, ഈ നിൽക്കുന്ന ക്യൂവിലൂടെ വേണം നമ്മൾ കയറി പോകാനായിട്ട്. എല്ലാവരെയും ചെക്ക് ചെയ്യും. നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ സ്കാൻ ചെയ്യും. അതേസമയം നമ്മളൊരു പ്രൈവറ്റ് വണ്ടിയിട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ റോഷന്ന് കാണിച്ചു കൊടുത്തേ വേണം നമുക്ക് പോരാനുണ്ട്. അപ്പോൾ ഏറ്റവും ഒരു ഓപ്ഷൻ ഗുഡ് ഓപ്ഷൻ താഴെ വണ്ടിയിട്ട് ബസ്സിന് വരുവാണെങ്കിൽ അതേ നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. വണ്ടിയുണ്ട് എ സി വണ്ടി. എന്നാൽ നമ്മൾ ചെന്ന സമയത്ത് അവിടെ എ സി ഉണ്ടായിരുന്നില്ല. നമ്മൾ മെറ്റൽ ഡിറ്റക്ടർ പോലത്തെ സംഭവത്തിൻ്റെ അകത്ത് കടന്ന് അപ്പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അല്ല പ്രൈവറ്റ് വണ്ടിയിൽ പോകുന്നതാ അല്ലേ? ഇതല്ലേ പ്രൈവറ്റ്? അപ്പുറത്തെ സെക്ഷൻ ഇത് KSRTC മാത്രമുള്ള അല്ല, ഇത് ഈ കിടക്കുന്നത് അതെല്ലാം പ്രൈവറ്റ് വണ്ടികൾക്ക് മാത്രം. നമ്മളിത് കടന്നതിന് ശേഷം അപ്പുറത്ത് പോയി നമ്മൾ വന്ന് 53 പോയിന്റിലോട്ട് തന്നെ തിരിച്ച് കയറണം. ഇവരുടെ സിസ്റ്റം അത് ഒരിക്കലും നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഈ തിരുപ്പതി നമ്മൾ കഴിഞ്ഞിടയ്ക്ക് വൈഷ്ണോദേവി അമ്പലത്തിൽ പോയതാണ്. കാരണം മിലിറ്ററിയാണ് ഫുള്ള് ഒരു പരിധി വരെ അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാൾ ഒരു പണിക്കും കൂടെ അല്ലടാ ഒരു രീതി പറഞ്ഞാൽ അതിപ്പം നമ്പർ 1, അതായത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രവുമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു അമ്പലം കൊണ്ട് ഒരു പിന്നെ തിരിച്ചു കയറി. ഞങ്ങൾക്ക് ഇവിടെ ഒരു സൗകര്യം നമ്മുടെ ഡ്രൈവർ ഒപ്പിച്ചായിരുന്നു. ചർച്ച കണ്ടപ്പോൾ ഭയങ്കര വീഡിയോഗ്രാഫറായിട്ട് അതുകൊണ്ട് ഡ്രൈവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടവരല്ല, ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്തേ. നല്ല ഡ്രൈവറാട്ടോ കലിപ്പറ്റി. അവരൊരു ദിവസം ഇതിൽ കൂടെ ഒരു 10-20 പ്രാവശ്യം ഈ വഴി ഒന്ന് കാണിച്ചു തന്നില്ലെങ്കിൽ എങ്ങനെയാണ്? അതുകൊണ്ടാണ് കേട്ടോ, നല്ല അടിപൊളി വഴിയാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴി കൂടെ പോകും, ഒരു വഴി കൂടെ തിരിച്ചിറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ ക്ലീൻ സിറ്റി എന്ന് പറയുന്നതിന് ഒരു പരിധി വരെ നമുക്ക് ഈ വഴി കാണുമ്പോൾ നമ്മളൊരു അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. അതൊരു ക്ലീൻ സിറ്റി, അതായത് ഒരു തരി വേസ്റ്റോ കവറോ ഒന്നും ഉണ്ടാകത്തില്ല. വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്, സിന്ധൂപ്പിൽ എടുക്കുന്നത് പോലെ പ്ലാസ്റ്റിക് മേഖലയാണ്. അപ്പം ഇത് പോണ വഴി എന്തായാലും ഈ വീട് കാണിച്ച തീരത്തിൽ അത്ര രസമുണ്ട്. ഇതൊരു ഫോറസ്റ്റ് ആണ്. ഇപ്പം ശരിക്കും ഉണ്ടല്ലോ, നിങ്ങൾ തന്നെയല്ല, നിങ്ങൾ ഒരിക്കലെങ്കിലും ജീവിതത്തിലോ കർഷകമായിട്ടും വന്ന് യാത്ര ചെയ്യേണ്ട ഒരു വഴിയും അതുപോലെ ഒരു സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. എന്നിരുന്നാൽ കൂടെ ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്ര തന്നെയാണ്. കാരണം നമ്മുടെ മലയിലേക്ക്, ഈ മലയുടെ മേളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ മലയുടെ മേളിലേക്ക് നമ്മൾ ഈ പാത്തിൽ കൂടെ മേളിലേക്ക് കടന്നു പോവുകയും അതിനുശേഷം മേളിൽ ചെന്നതിന് ശേഷം ഈ വഴി അല്ല വരുന്നത്. ഇത് വൺ വേ ആയിട്ട് പോകുന്നില്ല. നമ്മുടെ നാട്ടിലേക്കുള്ള ഓരോ കാര്യങ്ങൾ കുറ്റം പറയുന്നതല്ല. വണ്ടിയായിട്ട് പോകുമ്പോൾ കണ്ണ് തെറ്റിക്കാൻ ഇടിച്ച് പമ്പറത് ഇങ്ങനെ ഇത് വൺ സൈഡോ, അതായത് ഒരു സൈഡിലേക്ക് മാത്രം വണ്ടികൾ പോവുകയും വേറെ വഴി നമ്മുടെ ഡ്രൈവർ റൈറ്റ് സൈഡിൽ കൂടെ കോൺസ്റ്റന്റ് ആയിട്ട് റൈറ്റ് സൈഡിൽ കൂടെ കോൺസ്റ്റന്റ് ആയിട്ട് കയറി ഓപ്പോസിറ്റ് വഴി വണ്ടിയും ഒരു പിന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പറഞ്ഞല്ല, ഇപ്പൊ നമ്മൾ തന്നെയാണെന്നും പറയുന്നത്. തിരുപ്പതി സ്ട്രക്ചർ ഉണ്ടാക്കിയേക്കുന്ന തന്നെ ഒരു ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളിച്ച് ഇങ്ങനെ ഒരു സർവീസ് നടത്തണം. ഇങ്ങനെ തന്നെ അവർ ആദ്യം തന്നെ ഇവർ പ്ലാൻ ചെയ്തിരുന്നു. ഈ അമ്പലത്തിലെ ഒരു ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നു പോകുന്നത്. അവർക്കുള്ള സർവീസ് കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞോണ്ടല്ലോ. ഇതിപ്പോ വീഡിയോ കാണിച്ചാൽ തന്നെ കിട്ടുന്നതിന് അപ്പുറത്താണ് വന്ന് നേരിട്ട് എത്തുക. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും മാനസികമായിട്ടല്ല പേഴ്സണലി ഈ യാത്ര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഞാൻ ശരിക്കും എത്രാമത്തെ പ്രാവശ്യം? രണ്ടാമത്തെ പ്രാവശ്യം, മൂന്നാമത്തെ പ്രാവശ്യം. ആദ്യത്തെ തവണ വന്നപ്പോൾ ടിക്കറ്റ് ഇല്ലാതെ വന്നു. രണ്ടാമത്തെ തവണ നടന്നു വന്നു. കഴിഞ്ഞ തവണ വന്നപ്പം അലിപ്പിരിമെട്ട് വഴി അന്ന് 3050 സ്റ്റെപ്പ് കയറി നല്ല അത്യാവശ്യം ചങ്ങ് പൊളിയുന്ന പരിപാടിയായിരുന്നു. അത് ഇച്ചിരി പറ്റത്തില്ല. കാരണം ഹാർട്ട് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു സംഭവമാണ്. വയ്യാത്തവരൊക്കെ ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട്. വിശ്വാസമല്ല എല്ലാം. പ്രാർത്ഥിക്കുക, ഭഗവാന്റെ അനുഗ്രഹം കൂടെ തരണം. ഈ കണ്ട ജനങ്ങൾ മുഴുവൻ വരുന്നത് വിശ്വാസിക്കാണ്. അതാണ് എല്ലാം എന്ന് പറഞ്ഞ പോലെ ഓരോന്റെ വിശ്വാസമാണ് അവൻ എപ്പോഴും മുന്നോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ ബസ്സിലുള്ള വിശ്വാസം ഞാൻ അതേ എടുത്ത് വെക്കുന്നത് ലെങ്ത് ഭയങ്കരമായിട്ട് കൂടി പോകും, നിങ്ങൾക്ക് ബോറായി പോകും. പക്ഷേ നേരെ ചെന്നിട്ട് നമ്മുടെ അക്കോമഡേഷൻ ഈ 100 രൂപയ്ക്ക് നമ്മുടെ അമ്പലം തരുന്ന ഒരു അക്കോമഡേഷൻ എനിക്കൊരു ആദ്യമായിട്ട് ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം നമുക്ക് 100 രൂപയ്ക്ക് ഒരു അമ്പലം ഒരു അക്കോമഡേഷൻ തരും. അതെങ്ങനെ ഇരിക്കും? അപ്പോൾ നമ്മൾ നമ്മുടെ ARP കൗണ്ടറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാഗിന് അത്യാവശ്യം ലോഡുണ്ട്. അല്ല ശരി ബ്രോ, ഓക്കെ അല്ലേ? പിന്നെ പവർഫുള്ളാ. ബാക്കിയെല്ലാം ദൈവം സഹായിച്ച് എല്ലാം ഓക്കെയാണ്. ഇതെന്താ പാനിപ്പൂരി
പാനിപ്പൂരി അല്ല, മറ്റേ പണ്ട് അമ്പലങ്ങളിൽ കൂടെ പോകുമ്പോൾ നമ്മൾ പൊരി ഭയങ്കര ജനമാണ്. ഇവിടെയാണ് അക്കോമഡേഷൻ, ഇന്റർനെറ്റ് ബുക്കിംഗ്. അപ്പോൾ നമ്മൾ അവിടെ ആയിരിക്കും എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്ത റെസിപ്റ്റ് എന്ത് ചെയ്യണം നമ്മൾ ഇപ്പം നോക്കാം. ഓക്കെ നീ സ്കാൻ ചെയ്തോ? സ്കാൻ ചെയ്താൽ മതി, മെസ്സേജ് വരുന്നു. ഞാൻ സ്കാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തോ? 50 മിനിറ്റ് അതിന് നമ്മളെ റൂം ഇത് എങ്ക ക്യൂ പോലെ നിൽക്കണമാ? ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് 15 മിനിറ്റിനുള്ളിൽ മെസ്സേജ് വരുന്നതാണ്. സ്കാൻ ചെയ്തിരിക്കുക. 15 മിനിറ്റ് മെസ്സേജ് വന്നില്ലെങ്കിൽ റോഡിൽ കിടന്നുറങ്ങും. 15 മിനിറ്റിനുള്ളിൽ മെസ്സേജ് വന്നില്ലേ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടക്കേണ്ടി വരും. എന്നാൽ ബാക്കി നോക്കാം. പക്ഷെ വരാതിരിക്കും, ഇല്ലായിരിക്കും. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. അവർ നമ്മൾ ഈ പറഞ്ഞ ഇത് കണ്ടോ, ഈ ARP കൗണ്ടറിൻ CR ഓഫീസ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളതാണ്. ഇവിടെ വന്നിട്ട് ഈ ARP കൗണ്ടേഴ്സിൻ്റെ ഈ അക്കൗണ്ടേഷൻ അവിടെ പോയി നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ സ്കാനിൽ നമുക്ക് മെസ്സേജ് വരും 15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഏത് വില്ലേജോട്ടാണ് നമ്മൾ പോകേണ്ടതെന്നുള്ളത്. ആ വില്ലേജ് ഡയറക്ഷൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഈ സ്കാനേഴ്സ് ആയിട്ട് കാണിക്കുന്നത്. അത് നമ്മുടെ മൊബൈലിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ള വഴി അവരത് ഈ അഡ്രസ്സ് ആയിരിക്കും വരുന്നത്. ഇതിലേതെങ്കിലും ഒരു അഡ്രസ്സ് ആയിരിക്കും. ഇതുണ്ടോ, തിരുമല തിരുപ്പതി ദേവസ്ഥാനം തിരുമല, പ്ലീസ് സ്കാൻ QR കോഡ്സ് ഫോർ ഡയറക്ഷൻസ് ടു കോട്ടേജസ് ആൻഡ് ഗസ്റ്റ് ഹൗസസ് അറ്റ് തിരുമല. അപ്പോൾ നമുക്ക് ഈ ഒരു ഏതാണ് നമുക്ക് അഡ്രസ്സിൽ വരുന്നത്, നമുക്ക് മെസ്സേജ് വരുന്ന ആ ഒരു സ്കാനിൽ നമ്മൾ ഇവിടെ ഒന്ന് സ്കാൻ ചെയ്യുക. ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നമ്മൾ നടന്നു പോകാം. 100 രൂപയ്ക്ക് കിട്ടുന്നതല്ലേ? 100 രൂപയ്ക്ക് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഭയങ്കര തിരുപ്പതിയിലെ റൂം എടുക്കുകയാണ്, അവിടെ തന്നെ സ്റ്റേ ആണ് ഏറ്റവും ബെസ്റ്റ്. നല്ലൊരു ഫീലിംഗ്. തിരുപ്പതി തന്നെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് നല്ല വൈകുന്നേരം നല്ല ആംബിയൻസ് ഒക്കെ നല്ല എൻജോയ്മെന്റ് ചെയ്ത്. അതിപ്പോ നോക്കണ്ട, അത് അവന്റെ മൂഡ് വെച്ച് പറഞ്ഞാണ്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. ഓരോരുത്തർക്ക് ഓരോ വൈബായിരിക്കുമല്ലോ. ചെറുക്കാണെങ്കിൽ അമ്പലത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഇച്ചിരി മറ്റേത് പറയുമ്പോൾ ഇച്ചിരി ഒരു ഞാൻ നിന്നിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഫസ്റ്റ് തവണ ഞാൻ ഒരു 5-6 കൊല്ലം മുമ്പ് വന്നപ്പോൾ ഫസ്റ്റ് തവണ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല എടുത്തത്. താഴെ വന്ന് 50 രൂപയുടെ ക്യൂ നിന്നിട്ട് അവിടെ നിന്ന് 50 രൂപയുടെ ടിക്കറ്റ് 500 രൂപയ്ക്ക് ആയിരുന്നു പരിപാടി ഉണ്ട്. ആ 500 രൂപ വാങ്ങിക്കൊടുത്ത് ക്യൂ നിൽക്കുമ്പോൾ 50 രൂപയ്ക്ക് കിട്ടും. പക്ഷെ വേറെ ആൾക്കാർ വരും നമ്മളെ സമീപിക്കും, 500 രൂപയ്ക്ക് എന്ന് പറയും. 500 രൂപ നമ്മൾ കൊടുത്തു, എന്നിട്ട് റൂമിൽ കിടന്നിട്ടുണ്ട്. ഈ മൊത്തം സന്തോഷം എന്താണെന്നറിയോ? ഇതാണ് മെസ്സേജ് കാണിക്കാം. നിയർ പിൽഗ്രിം, നമ്മുടെ സാധനം നമ്പർ ഇയർ മാർക്കഡ് ഫോർ ബുക്കിംഗ് ബ്ലോക്ക് 2 ബിഫോർ വരും. നമുക്ക് അങ്ങോട്ട് പോവാം. എവിടെയാ രംബാഗിച്ച? അത് കാണിച്ചു. ആ ലിങ്ക് എടുത്തിട്ട് വേണം ചെയ്യാൻ. അതിന്റെ രംബാഗിച്ച ഗസ്റ്റ് ഹൗസ്. ഇത് ഫസ്റ്റ് അതാ ഇത് തന്നെ. അപ്പം നമ്മൾ മെസ്സേജ് വന്നു, നമ്മൾ ഇവിടെ കാണിച്ചു രംബാഗിച്ച ബ്ലോക്ക് 2ലേക്ക് നമുക്ക് പുറപ്പെടാം. അപ്പം നമ്മൾ നേരെ ബ്ലോക്ക് 2-ൽ പോകാം. അവിടെ ചെന്നിട്ട് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായി അവിടെ സ്കാൻ ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോകാം. സൈഡിൽ റൂട്ട് മാപ്പ് കിട്ടി. അപ്പം നമ്മൾ ആ വഴി നേരെ ബ്ലോക്ക് 2-ലേക്ക് ചെന്ന് കഴിയുമ്പം അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം, ഇതിപ്പോൾ നമ്മളിപ്പം ഓൺലൈനിൽ സ്കാൻ ചെയ്ത് ഇങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത് വന്നുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് സീൻ കിട്ടില്ല, നേരെ പോവാം. ഇപ്പം 100 രൂപ കോസ്റ്റേ ഉള്ളൂ. 600 രൂപ നമുക്ക് മുടക്കുണ്ട്. നമ്മുടെ 500 രൂപ റിട്ടേൺ കയറും. അപ്പം ഇവിടെ വന്നെങ്കിൽ നമുക്ക് വേറെ ടെൻഷൻ ഒന്നും അടിക്കാം. നമ്മൾ താഴെ തന്നെ വന്ന് റെഡിയാണ്. ഇത് എടുക്കണ്ടെങ്കിൽ എടുക്കണ്ട. താഴത്തോടൊന്ന് കാണിച്ചു കൊടുത്തേ. അതെ, അത് കാണിക്കും. ഇത് ഈ നിൽക്കുന്ന ക്യൂവ് അങ്ങ് പോകുന്നത് ഈ 50 രൂപയ്ക്ക് നമ്മൾ അവിടെ പോയിട്ട് ക്യൂ നിന്ന് ടിക്കറ്റ് വാങ്ങിച്ച് നമ്മൾ ഈ കെട്ടിടത്തിൽ നമുക്ക് അവിടെ റൂം കിട്ടുന്ന അലൗഡ് കിട്ടുന്നതാണ് ഈ പരിപാടി. പക്ഷെ അത് ഒരു ദിവസം വരെ നമുക്ക് പോകും. നമ്മുടെ ലഗേജ് ഉണ്ട്. ലഗേജ് നമ്മൾ ലഗേജ് അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ലഗേജ് പിക്ക് ചെയ്യണം. ഇതാകുമ്പോൾ നമുക്ക് റൂമിൽ നമ്മുടെ ലഗേജ് വെച്ചിട്ട് ചെരുപ്പ് ഊരിയിട്ട് നമുക്ക് ചുമ്മാ ഫ്രീ ആയിട്ട് പോയാൽ മതി. ആക്ച്വലി നമ്മളിപ്പം ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ബാഗ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ബാഗ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ബാഗ് ഡിപ്പോസിറ്റ് ചെയ്യാം, എന്നിട്ട് തിരിച്ച് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് താഴെ ഇപ്പൊ ബാഗ് വെച്ചിട്ട് ഇങ്ങോട്ട് പോരുമ്പോ ടെൻഷൻ. ഇതാകുമ്പോൾ ഇവിടെ തന്നെ വെക്കാൻ സേഫ് ആയിരിക്കും, അല്ലേ? അതല്ലേ ബാഗ് ഡെപ്പോസിറ്റ് നമ്മൾ പറയുന്നത്. ബാഗ് ഡെപ്പോസിറ്റ് പോവാം. അപ്പൊ അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് ഏകദേശം എത്തുവാണ്. നമ്മുടെ കിലോമീറ്റർ ഉണ്ട്. ഇനി നമ്മൾ ഒരു 550 മീറ്റർ മാത്രം. നമ്മളെല്ലാരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ സ്ഥലം കണ്ടോ? നേരെ ഇവിടെ ഒരു മനോഹരമായ വാട്ടർ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. ഇതാണ് നീലഗിരി സപ്തഗിരി റെസ്റ്റ് ഹൗസ്. അതൊക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. അമ്മയൊന്നും കാണണ്ട.
കാറ് വെക്കണ്ട തിരുപ്പതി ഭവന് അങ്ങനെയുള്ള എല്ലാം അതാണ്ട് ഫോട്ടോസ് കാണിച്ചു കൊടുത്ത് അണ്ണേ இந்த ഫോട്ടോസ് എവ്വളോ വരും അണ്ണാ ഇസ് റേറ്റ് എനി ബോർഡിൽ 30 പാട്ട് കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് അറൗണ്ട് ഒരു 6000 അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് 30 സോങ്സ് ഈ നമ്മുടെ ഗോവിന്ദ ഗോവിന്ദ ആ പാട്ടുകളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് രസമാണത് നല്ല ഇതിലൊക്കെ കയറി ഇറങ്ങി പോകണം കേട്ടോ ഇതൊക്കെ വന്ന് ഇടയ്ക്ക് കയറിക്കോണം കേട്ടോ എല്ലാരെയും പറഞ്ഞ പോലെയൊക്കെ വന്ന് കഴിക്കുന്ന സ്ഥലം ഇതൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് വരുന്നതാണ് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞോണ്ട് ഇവിടെ ഇരുന്നുള്ള കഴിച്ചേ ഇത് നല്ല മസാല ദോശയൊക്കെ നമ്മൾ കഴിഞ്ഞാണെങ്കിൽ ഇവിടെ ഒരു കടയിലല്ലേ ഇരുന്നേ ഇവിടെ കണ്ടിരുന്ന ഇത് അമ്പലത്തിലോട്ട് പോകുന്ന നമ്മൾ അങ്ങോട്ട് പോകുന്ന ഒരു റൂട്ടാണ് കേട്ടോ എടാ ഇത് നമ്മളെ ടോക്കൺ അമ്പലത്തിലോട്ട് പോകുന്ന വഴി ആ റോഡാണ് നമ്മൾ കിടന്ന സ്ഥലം എവിടെയാണ് നമ്മളിവിടെ കഴിക്കാൻ കയറി എവിടെയായിരുന്നു ഇല്ല നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ ഒന്ന് കിടന്ന് ഓർക്കുന്നില്ലേ അതിവിടെ കിടന്ന് അന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു കാരണം ഒത്തിരി കഷ്ടപ്പെട്ട അന്ന് വന്ന് നമ്മുടെ ആദ്യത്തെ വരവ് നമ്മൾ ഇവിടെ ആട്ടോ കിടന്നത് ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ സന്തോഷമുണ്ട് കാരണം ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പാടെല്ലാം കെട്ടി വന്നത് അമ്പലം അവിടെയാണ് അപ്പം ഞങ്ങൾ ആദ്യത്തെ തവണ വന്ന് ഇവിടെ വന്ന് ടിക്കറ്റ് കിട്ടാതെ ഞങ്ങൾ ഈ നടക്കലടാ ഇവിടെ ഈ നടക്കല ഞാനും ശരത്തും കൂടെ കുറെ സമയം ഇരുന്നു മുട്ടയൊക്കെ അടിച്ച് നല്ല കഴിഞ്ഞ നമ്മുടെ ചേച്ചിമാരൊക്കെ മുട്ട അടിച്ചിട്ടുണ്ട് ഒത്തിരി പേര് ഇത്തവണ അങ്ങനെ അധികം കണ്ടില്ല ആദ്യമായിട്ടാണ് നമുക്ക് ഇത്ര അടുത്ത് നമുക്ക് ഗസ്റ്റ് ഹൗസ് നമുക്ക് തിരുപ്പതി പോകാൻ തന്നത് അതൊരു ഭാഗ്യമായിട്ട് ഓരോ തവണ വരുമ്പോഴും ഞങ്ങളൊക്കെ കഴിഞ്ഞ എല്ലാം ഒരു ഭാഗ്യം തന്നെ തരാറുണ്ട് 200-300 രൂപയ്ക്കൊക്കെ താഴെ ഓരോ റൂമുകളൊക്കെ എടുക്കും ആദ്യത്തെ തവണ വന്നപ്പോ ഇവിടുത്തെ ടോയ്ലറ്റിൽ കുളിച്ചിട്ടൊക്കെയാ പോയത് അതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് ഒന്നും ചെയ്യാനില്ല ഇടി കിട്ടുക എന്നുള്ളതേ ഉള്ളൂ നല്ല ഇടി കിട്ടും എല്ലാവരും അപ്പൊ ഇതൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഇച്ചിരി സമയം മെനക്കെട്ടൊന്നും ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് അല്ലേ പിന്നെ നല്ല ഇതാ അമ്പലത്തിന്റെ ഫ്രണ്ട് നോക്കി കാണിച്ചാ തൊട്ട് തിരുപ്പതി ഭവന്റെ നേരെ ഫ്രണ്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതൊരു ഭയങ്കര ഭാഗ്യമാണ് നമുക്ക് അതെവിടെ സംഭവം അങ്ങനെ നമ്മള് നമ്മുടെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത അരമ്പാഗിച്ചയിലേക്ക് കയറാണ് നമ്മുടെ റൂം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കണം എന്നൊന്നുമില്ല നമ്മള് ഹാപ്പിയാണ് ഓക്കെ സാർ എത്ര തേർഡ് ഫ്ലോർ സെയിം ഫ്ലോർ താങ്ക് യു അപ്പൊ നമുക്ക് നമ്മുടെ താക്കോൽ 390 കിട്ടിയിരിക്കും അതും സെയിം ഫ്ലോറിൽ നമുക്ക് മുകളിലോട്ട് കയറാം ഈ ഒരു സാധനം കിട്ടുമോന്ന് സത്യം പറയട്ടെ ശരത്തെ എനിക്കൊരു 50% ഇത് കിട്ടും ഇല്ല ഇവൻ ബുക്ക് ചെയ്തപ്പോഴും എന്തായാലും അങ്ങനെ ബുക്ക് ചെയ്യാൻ ഇവനെ തോന്നിപ്പിച്ചു യെസ് അടിക്കല്ലേ ഇത് പറയൂ അപ്പൊ അങ്ങനെ നമ്മുടെ 100 രൂപയുടെ റൂം സോറി അതല്ല 100 1000 രൂപ കൊടുത്താലും ഒരിക്കലും ഇതല്ല പക്ഷെ നമ്മളത് കിട്ടുക എന്നുള്ളതാണ് ഭാഗ്യം കിട്ടി അത് ദൈവം സഹായിച്ച് കിട്ടി തിരുപ്പതി ഭവന്റെ അനുഗ്രഹത്താൽ കിട്ടി അങ്ങനെ ഞങ്ങള് ആ ഒരു റൂമിൽ ഇത്രയും 4-5 പ്രാവശ്യമായി ഇവിടെ വരുന്നു ഇത് ശ്രമിക്കുന്നു പക്ഷെ ആദ്യത്തെ തവണ ഇങ്ങനെ കിട്ടി വളരെയധികം സന്തോഷം ദൈവത്തോട് നന്ദി പറയുന്നു ധാരാളം സന്തോഷം അങ്ങനെ ഇതാണ് നമ്മുടെ റൂം നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വെക്കാനും കുളിക്കാനും ബാത്റൂം വേറെ ഇത് നോക്കി ബാത്റൂം വേറെ ചൂടുവെള്ളം ആഹാ വളരെയധികം സന്തോഷമായി കുഴപ്പമില്ല അത്യാവശ്യം നൈസാണ് നമുക്ക് അത്യാവശ്യം വാഷിംഗ് ഏരിയ നല്ല അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് നമുക്കിത് മതിയല്ലോ നമുക്ക് 100 രൂപയുടെ അങ്ങനെ എപ്പോഴും പറയുന്നൊന്നും ഓർത്തേക്കില്ല കേട്ടോ ഇവിടെ വരിക വന്നിട്ട് ഇവിടെ 1000 രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് റൂം എടുക്കാൻ പാടാണ് അപ്പം നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്തു അപ്പം ഈ വീഡിയോയുടെ വൈൻഡപ്പും കൂടെ ഇവിടെ വെച്ച് നമ്മൾ ചെയ്യുവാണ് അപ്പം നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പും കൂടെ ചെയ്യുവാണ് കാരണം ഇനിയിപ്പം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഫോണൊന്നും എടുക്കാൻ പറ്റത്തില്ല അവരവിടെ പിടിച്ച് മേടിച്ച് വെക്കും പിന്നെ അത് മേടിക്കണേ പിന്നെയും കുറെ നടക്കണം അപ്പം അതിനേക്കാളും അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഒരു ബിഗിനേഴ്സ് ആണ് സ്ഥിരമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല അതുപോലെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരല്ല അപ്പം ചെയ്യുമ്പം നമ്മൾ അത്യാവശ്യം നല്ല വീഡിയോ കുറവുകളും കുറവുകളൊക്കെ ഉണ്ടാകും കാരണം നമ്മുടെ പ്രൊഫഷണൽസ് അല്ല എന്നിരുന്നാൽ കൂടെ നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഒരു ചാനലിൽ കൂടെ നമ്മൾ ഷെയർ ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടുവാണെങ്കിൽ സന്തോഷം കമന്റ് ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും കമന്റ് ചെയ്യുക ഇപ്പം ഇന്നുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാം നേരത്തെ നാളെ രാവിലെ അല്ല ഇന്ന് രാത്രിയാണ്
ഇന്ന് രാത്രി നാളെ പുലർച്ചെ ഇന്ന് പുലർച്ചത്തേക്ക് നമ്മൾ 4 മണിയല്ലേ സമയം, അത് പുലർച്ചെ ആയില്ലേ? നമ്മളൊരു വൈകുന്നേരം ഒരു 10 മണിക്ക് 10 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. അപ്പൊ നമ്മള് ഇന്ന് ഇവിടെ നൈറ്റ് ഒരു കുറച്ച് 4 മണിക്കാണ് നമുക്ക് ഇവിടുന്ന് വിജയവാഡയ്ക്ക് ട്രെയിനാണ്. അവിടുന്ന് നമ്മൾ നേരെ സംഘം ഉത്തർപ്രദേശിലേക്ക് പോകും. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ അവിടെ വെച്ചിട്ടായിരിക്കും. അപ്പൊ അത് ഇനി അടുത്ത സീരീസ്. അതിപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒന്നുകൂടെ പറയാണ്, വിജയവാഡയ്ക്ക് പോയതിനു ശേഷം അവിടുന്ന് നേരെ നമ്മൾ സംഘം അങ്ങനെ ഉത്തർപ്രദേശ്, വാരണാസി അങ്ങനെയുള്ള കുറെ പരിപാടികൾ നമ്മളുണ്ട്. അപ്പൊ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കും. അപ്പം ഇതിന് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെ ഒന്നും പറയാനില്ല. എന്തെങ്കിലും ഞാൻ പറഞ്ഞു എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പ്രൊഫഷണൽ പ്രോസ് അല്ല, ബിഗിനേഴ്സ് ഓൺലി. അപ്പം ശരത് ബ്രോ, അപ്പം വീണ്ടും ഒരു വഴിയായിട്ട് നമുക്ക് ഉടനെ കാണാം. എല്ലാവരുടെയും അനുഗ്രഹം വേണം, സ്നേഹം വേണം, ഇഷ്ടം വേണം, അല്ലെ? പിന്നെ എല്ലാം വേണം. എല്ലാം വേണം. ഓക്കെ, താങ്ക് യു.